വാട്സപ്പ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് 1 ബ്ലോക്ക് ആണ്. ഇന്നിവിടെ ഉത്സാഹം ആ പള്ളിപ്പെരുന്നാൾ പോലെ അമ്പലത്തിലുണ്ടാവല്ലോ ഉത്സവം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ 1 ബ്ലോക്ക് മൈൻ ചെയ്യാം. ഗൈസ് ആദ്യമേ നമ്മൾ താഴെ വീണു. ഇതൊക്കെ എങ്ങനാടാ? നമ്മൾ കുറെ ആഗ്രഹിക്കും, ചിലത് കിട്ടും, ചിലത് കിട്ടുകയില്ല. കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരിക്കലും കിട്ടുകയില്ല. അതാ ജീവിതം. വീട്ടിലല്ലോ എനിക്ക് പേടി. ഞാനൊരു ബ്ലോക്ക് കൂടെ സൈഡിൽ വെക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇനി നമുക്ക് ഐറ്റംസ് ഇട്ട് നമ്മൾ താഴെ പോവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫോറസ്റ്റ് ലെവൽ 1 ആണ്. ചെസ്റ്റ് തുറന്ന് നോക്കാം. ചെസ്റ്റ് എന്താ ആക്സസ് ചെയ്യാൻ പറ്റാതെ? എന്താ പറ്റിയത്? ഈ വേൾഡ് സോറി അകത്ത് മൊത്തം ചവറാണ്, ആവശ്യമില്ലാത്ത സീഡ്സ് മാത്രമേ നമുക്ക് ആകെ ഉപയോഗമുള്ളൂ ഗൈസ്. എന്നാലും നമുക്ക് എടുക്കാം, എന്തായാലും എടുക്കാം, അല്ലെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ, പിന്നെ ആവശ്യം വരും. അതുകൊണ്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഇത് പൊട്ടിച്ചു, നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കാം. എത്ര നേരം പോകുമെന്ന് നോക്കാം. ഇത് നമുക്കിനി അനിമൽസ് സ്പോൺ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇത് കെട്ടി വയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ അനിമൽസ് സ്പോൺ ആകുമ്പോൾ അവർ നേരെ താഴോട്ട് പോകും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇത് കെട്ടി വയ്ക്കാം കേട്ടോ, അല്ലെങ്കിലേ അനിമൽസ് വന്നു കഴിഞ്ഞാൽ താഴോട്ട് പോകും. നമുക്ക് ആദ്യം വരുന്ന അനിമലിനെ നമുക്ക് പപ്പു എന്ന് പേരിടാം ഗൈസ്, ഉറപ്പാണ്. അതാ ആദ്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇവനാണ് നമ്മുടെ പപ്പു. അപ്പോൾ പപ്പുവിനെ നമുക്കിപ്പോൾ നോക്കണ്ട. പപ്പു ആദ്യം നമുക്ക് മൈൻ ചെയ്യാം. പപ്പു പോലെ കുഴപ്പമില്ല. നമുക്ക് ആദ്യം ഇവിടുന്ന് മൈൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഞാനിപ്പോൾ 17 ബ്ലോക്ക് മൈൻ ചെയ്ത്. സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലോക്ക്സ് മൈൻഡെന്ന് പറഞ്ഞ് ന്യൂ റെസിപ്പി അൺലോക്ക് എന്തോട്ടെ. നമുക്കിപ്പോൾ എന്തായാലും ചെയ്ത് പോകാം. കുറേ ആയിട്ടുണ്ട് കേട്ടോ, ഒന്നും വരുന്നില്ല, പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. ബ്ലോക്ക്സ് 29 അങ്ങനെ പോവുകയാണ്. പപ്പു താഴെ വീഴും എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, കാരണം സ്ഥലവും കുറവാണ്, എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. നമുക്ക് കുറച്ച് സ്ഥലം കെട്ടി വെച്ചേക്കാം, അല്ലെങ്കിൽ പപ്പു നേരെ താഴോട്ട് പോകും. നമ്മുടെ ഫസ്റ്റ് പറ്റല്ലേ, അതുകൊണ്ട് നമുക്ക് താഴെ കളയാൻ പറ്റില്ല. നമുക്കെന്തായാലും മൈൻ വെച്ച് പോകാം കേട്ടോ. പപ്പു താഴെ പോരെ. പപ്പു അയ്യോ പപ്പു പോയി ഗായ്സ്. എവിടെ? ഞാനും പോയ പപ്പു ഞാനും അയ്യോ ഷിറ്റ് ഗായ്സ്, എന്തിത്? ഇങ്ങനെ കളിച്ച് സെറ്റാവുന്നതാണ് ഈ പപ്പു താഴെ പോയ ഗൈസ്. എൻ്റെ തെറ്റാണ് ഗൈസ്. ഞാനും പപ്പുവും ഒരുമിച്ച് താഴെ പോയി സ്വർഗത്ത്. പപ്പു സ്വർഗത്ത് പോയി ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പപ്പു എന്തായാലും പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, ബ്ലോക്ക്സ് നമുക്ക് 42 ബ്ലോക്സൊക്കെ മൈൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമുക്കെന്തായാലും പോയി. ഇനി പപ്പു പോയത് എനിക്ക് നല്ല വിഷമമായി പോയി. എന്തായാലും അടുത്ത പപ്പു വരുമോ നോക്കാം നമുക്ക്. അത് കഴിഞ്ഞ് എന്തായാലും പോട്ടെ, പോവാം. അങ്ങനെ പോവാം. എന്തായാലും ഇപ്പോൾ അടുത്ത പപ്പു വരുന്നവരെ നമുക്ക് മൈൻ ചെയ്യാം, കുറച്ച് മൈൻ ചെയ്യാം. തൽക്കാലം കുറച്ച് സ്പേസേ ഉള്ളൂ സീരിയസ് ആയിട്ട്. അപ്പോൾ അടുത്ത പപ്പു പേടിച്ചു നോക്കിയാൽ എനിക്ക് ഷോക്ക് കിട്ടി. അപ്പോൾ നമുക്ക് കുറച്ച് ബ്ലോക്സ് കൂടെ വെക്കാം, അല്ലെങ്കിൽ ഇനി ഈ പപ്പുവും കൂടെ താഴെ വീണ് മരിച്ചു. പപ്പു എന്ന് പറഞ്ഞാൽ ഞാനത് ബ്ലോക്സ് വെച്ചപ്പോൾ അറിയാതെ തട്ടിപ്പോയതാണ് ഗൈസ്. അതെനിക്ക് ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ബ്ലോക്സ് വെച്ച് മൈൻ പോകാം. പോട്ടെ, എന്തായാലും കുറച്ചുകൂടെ പോകാം, മതി. നമുക്ക് എന്തായാലും മൈൻ ചെയ്യാം. മൈൻ ചെയ്ത് പോകുന്നതിനിടയ്ക്ക് വേറെ ഒന്നും വരാതില്ലേ ദൈവമേ. നമുക്ക് ഇപ്പോൾ 57 ബ്ലോക്സ് നമ്മൾ മൈൻ ചെയ്തിട്ടാണ്. 57. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, 57 ബ്ലോക്സ് നമ്മൾ ഈ പപ്പു പോടാ വോയിസ് ഓവർ എടുക്കാനില്ല. 57 ബ്ലോക്സ് മൈൻ ചെയ്ത് ഈ പപ്പു മിക്കവാറും താഴെ വരും. നമുക്കിത് വച്ചേ പറ്റൂ ഗൈസ്. നമുക്ക് കുറച്ച് ബ്ലോക്സ് വയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ ഈ പപ്പു അറിയാതെ ഞാൻ പുഷ് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് അതൊരു മര്യാദയായിപ്പോവും. അയ്യോ ബ്ലോക്ക്. നമുക്ക് എന്തായാലും വച്ച് പോകാം, എന്താവും നോക്കാം. ഇനി പപ്പു കുറച്ചങ്ങോട്ട് നീങ്ങിക്കടാ. മതി, നമുക്ക് എന്തായാലും പണി തുടങ്ങാം. ഇപ്പോൾ 62 ബ്ലോക്സേ മൈനായിട്ടുള്ളൂ കേട്ടോ. പ്ലെയർ ഓഫിലില്ല, മനസ്സിലായില്ല. താഴെ കിടക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ബ്ലോക്സ് മൈൻഡ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. 4 ഇതിനകത്തും ചവറാണ്. ചെസ്റ്റ് വന്ന് പക്ഷേ ആകെ ഉപയോഗമുള്ള സാപ്ലിങ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് സാപ്ലിങ്സ് നടാമേ, ഇപ്പം തന്നെ നടാം. നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കി ഇപ്പം തന്നെ നടാം കേട്ടോ. താഴെ വിഴല്ലേ. ഓക്കെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കി താഴെ തന്നെ നടാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നടാം, അല്ലെങ്കിൽ ഇതിന് സ്പേസ് കിട്ടില്ല നമുക്ക് നമ്മുടെ സാപ്ലിങ് വയ്ക്കാൻ. എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ നമ്മൾ മരം മുറിച്ച് കഴിഞ്ഞാൽ ആ സാപ്ലിങ് മരത്തിൽ നിന്ന് വീഴില്ലേ, അത് എങ്ങനെ ഈ വോയിഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സാപ്ലിങ് കിട്ടില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ നമ്മുടെ ഡയറക്റ്റും തീർന്നു. ഇനി നമുക്ക് കുറച്ചങ്ങോട്ട് പോയി മൈൻ ചെയ്യാം കേട്ടോ.
നമുക്കെന്തായാലും ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് ഉണ്ടാക്കാം. ഈ സാപ്ലിംഗ് ആട്ടിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഇതും കൂടെ പൊട്ടിച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ സാപ്ലിംഗ് നമ്മളെ ഒരു ഇത് ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം ഗൈസ്. 24 ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ചെസ്റ്റ് ഇവിടെ വയ്ക്കാം. അടുത്ത നമ്മളെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് ഉണ്ടാക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്കിതെടുത്ത് ഇവിടെ വയ്ക്കാം. അടുത്ത നമുക്ക് ആവശ്യമുള്ള സ്വാഡും അതൊക്കെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇനി അത് അങ്ങോട്ട് പോകുമ്പോൾ പാടായിട്ട് വരും. അതുകൊണ്ട് ഞാനത് കുറച്ച് ഉണ്ടാക്കുകയാണ്. നമ്മുടെ പിക്കാക്സ്, ആക്സ്, സ്വാഡ്, ഇനി ഒരു ഷവലും കൂടെ മതി. നമുക്കിപ്പോൾ ഷവലെടുത്ത് മൈൻ ചെയ്യാം കേസ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഷവലാണ് ഏറ്റവും വലിയ ഉപയോഗം. നമുക്ക് ഷവലെടുത്ത് മൈൻ ചെയ്യാം. ഓക്കെ, പോട്ടെ. ഈ മരം വരുന്ന കേസ് എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെപ്പൺ സ്വിച്ച് ചെയ്യാൻ ഭയങ്കര പാടായി. നമ്മൾ കോഴി വന്നു. ഇവൻ്റെ പേരാണ് ചിക്കു. ഓക്കെ, ചിക്കോടെ ഓക്കെ, ചീക്കോടെ നിൽപ്പുണ്ട്. നമുക്ക് ചീക്കുവിനിപ്പോൾ വലിയ മൈൻഡൊക്കെ നമുക്ക് പണി തുടങ്ങാം. നമുക്കിപ്പോൾ രാത്രിയാവും കേസ്. അതാണ് പ്രശ്നം. ഇപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തീരെ ഇതാണ്. അതുകൊണ്ട് നമുക്ക് അത് കണ്ടോ, രാത്രി പറയുമ്പോൾ ടോർച്ച് പോലും ഇല്ല. ടോർച്ച് വേണമെങ്കിൽ നമുക്കൊന്നേ ചെസ്റ്റിനകത്ത് നിട്ടണം, അല്ലെങ്കിൽ കേവ്സ് എന്ന് പറഞ്ഞാൽ അതുണ്ടല്ലോ ലെവല്, അങ്ങോട്ട് പോകണം. ഇതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ലെവലിലായതുകൊണ്ട് നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാനുമില്ല. നമ്മൾ 100 ബ്ലോക്സ് മൈൻ ചെയ്യാറായി ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ച് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ നെയിമിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ 100 ബ്ലോക്ക് ആവും. ഇപ്പോൾ യെസ്, നമ്മൾ ആദ്യമേ 101 ബ്ലോക്സ് മൈൻ ചെയ്തു ഗൈസ്. അങ്ങനെ 101 ബ്ലോക്സ് മൈൻ ചെയ്ത് നമ്മൾ വീണ്ടും മൈൻ ചെയ്യണം. കോളില്ല കേട്ടോ, ആണ് പ്രശ്നം. കോൾ ഉണ്ടെങ്കിൽ നമുക്ക് ടോർച്ച് എടുത്ത് വെട്ടാം. അടുത്ത പപ്പു 2 വന്നു ഗൈസ്. പപ്പു 2 ഇപ്പോൾ മറ്റേ നമ്മളെ യഥാർത്ഥ പപ്പു ഉണ്ടെങ്കിൽ പപ്പു 3 ആയനെ ഗൈസ്. പക്ഷേ നമ്മുടെ ഒരു പപ്പു താഴെ വീണ് മരണത്തിന് വീണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മളും താഴെ പോയായിരുന്നു, ഓർമ്മയുണ്ടോ ഗൈസ്? നമുക്കിപ്പോൾ ഇത് തന്നെ മൈൻ ചെയ്തുകൊണ്ടിരിക്കാം. കുറച്ച് നേരം ഇങ്ങനെ തന്നെ പോട്ടെ. ഒരു സെക്കൻഡ്. ഇപ്പോൾ ഇത് ഇച്ചിരി ഇരുട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റില്ല, ആണ് പ്രശ്നം. അതുകൊണ്ട് കുറച്ച് നേരം മൈൻ ചെയ്ത് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാൻ സമയമായെന്ന് തോന്നുന്നു ഗൈസ്. കാരണം പറഞ്ഞാൽ നമ്മളെ വീഡിയോ എൻഡ് ചെയ്താലോ? ഒരു മിനിറ്റ്, നമ്മളെ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ കാസ്റ്റ് നൂബ് സൈനിങ് ഔട്ട്.